മനുഷ്യചരിത്രത്തിലുടനീളം സമ്പത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി നാം കണ്ടിരുന്നത് സ്വർണത്തെയാണ്. നിലവിൽ റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയരുകയാണ് സ്വർണ്ണവില. യുദ്ധങ്ങൾക്കും അധിനിവേശങ്ങൾക്കും സാമ്പത്തിക വിപ്ലവങ്ങൾക്കും സ്വർണം കാരണമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രീയ പര്യവേഷണങ്ങളുടെയും ഒരു പുതിയ യുഗത്തിലാണ്. അവിടെ സ്വർണത്തേക്കാൾ പതിനായിരക്കണക്കിന് മടങ്ങ് വിലയുള്ള, സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിലയുള്ള ചില പദാർത്ഥങ്ങളുണ്ട്. ആഗോള വിപണിയിൽ സ്വർണത്തിന് ഗ്രാമിന് ഏതാനും ആയിരങ്ങൾ മാത്രം വിലയുള്ളപ്പോൾ കോടികളും ലക്ഷം കോടികളും വില വരുന്ന ചില വസ്തുക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് അതിശയോക്തിയായി തോന്നാം. എന്നാൽ ഈ വിലയ്ക്ക് പിന്നിൽ കൃത്യമായ ശാസ്ത്രീയ കാരണങ്ങളും ദുർലഭ്യങ്ങളുടെ കഥകളുമുണ്ട്. ലോകത്തിലെ വലിയ കോടീശ്വരന്മാർക്ക് പോലും സ്വന്തമാക്കാൻ കഴിയാത്ത അത്തരം ചില വില കൂടിയ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രകൃതിദത്തമായി ലഭിക്കുന്നതും എന്നാൽ കൈകാര്യം ചെയ്യാൻ അതികഠിനവുമായ വസ്തുക്കളിൽ ഒന്നാണ് തേളിൻ്റെ വിഷം അഥവാ സ്കോർപിയൻ വെനം. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ദ്രാവകങ്ങളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കേവലം 1 ഗ്രാമിന് ഏകദേശം 9.27 ലക്ഷം രൂപയോളം വിപണിയിൽ വിലയുണ്ട് ഇതിന്. എന്തുകൊണ്ടാണ് ഒരു വിഷത്തിന് ഇത്രയധികം വില എന്ന് നാം ചിന്തിച്ചേക്കാം. ഇതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ശേഖരണത്തിനുള്ള സങ്കീർണതയാണ്. ഒരു തേളിൽ നിന്ന് ഒരു തവണ ലഭിക്കുന്നത് വെറും 2 മില്ലിഗ്രാം വിഷം മാത്രമാണ്. 1 ഗ്യാലൻ വിഷം ശേഖരിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് തവണ തേളുകളെ കറന്നെടുക്കേണ്ടി വരും. എന്നാൽ ഈ പ്രയത്നത്തിന് പിന്നിൽ വലിയൊരു മെഡിക്കൽ ലക്ഷ്യമുണ്ട്. തേളിൻ്റെ വിഷത്തിലുള്ള ചില പ്രോട്ടീനുകൾ അർബുദ കോശങ്ങളെ തിരിച്ചറിയാനും അവയെ നശിപ്പിക്കാനുമുള്ള ഗവേഷണങ്ങളിൽ നിർണായകമാണ്. കൂടാതെ സന്ധിവേദനയ്ക്കും മറ്റ് മസ്തിഷ്ക രോഗങ്ങൾക്കുമുള്ള മരുന്നുകളിലും ഇത് ഉപയോഗിക്കുന്നു. ജീവൻ രക്ഷിക്കാനുള്ള ഈ ഔഷധ മൂല്യമാണ് ഇതിനെ സ്വർണത്തേക്കാൾ മൂല്യമുള്ളതാക്കുന്നത്. ശാസ്ത്രലോകത്തെ മറ്റൊരത്ഭുതമാണ് ട്രിറ്റിയം. ഹൈഡ്രജൻ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ ട്രിറ്റിയത്തിന് 1 ഗ്രാമിന് ഏകദേശം 27 ലക്ഷം രൂപയാണ് വില. ബാഹ്യമായ ഒരു ഊർജ്ജ സ്രോതസ്സിൻ്റെയും സഹായമില്ലാതെ സ്വയം പ്രകാശിക്കാനുള്ള കഴിവാണ് ട്രിറ്റിയത്തെ വ്യത്യസ്തമാക്കുന്നത്. നാം കാണുന്ന ചില ലക്ഷറി വാച്ചുകളിലെ ഡയലുകളും എമർജൻസി എക്സിറ്റ് സൈനുകളും ഇരുട്ടിൽ തിളങ്ങുന്നത് ഈ പദാർത്ഥത്തിൻ്റെ സാന്നിധ്യം മൂലമാണ്. ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകളിൽ ഏറ്റവും അപൂർവമായ ഒന്നാണിത്. പ്രകൃതിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കാണപ്പെടുന്ന ട്രിറ്റിയം കൃത്രിമമായി നിർമ്മിച്ചെടുക്കുക എന്നത് അതീവ ചിലവേറിയ പ്രക്രിയയാണ്. 10 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ അർദ്ധായുസ്സും പ്രകാശിക്കാനുള്ള സവിശേഷതയും ഇതിനെ പ്രതിരോധ സാങ്കേതിക വിദ്യകളിലും ബഹിരാകാശ ഗവേഷണങ്ങളിലും അത്യന്താപേക്ഷിതമാക്കുന്നു. ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര ചെന്നെത്തുന്നത് ഹീലിയം 3 എന്ന പദാർത്ഥത്തിലാണ്. 1 ഗ്രാമിന് ഏകദേശം 86.4 ലക്ഷം രൂപ വിലമതിക്കുന്ന ഈ വാതകം ഭാവിയിലെ ഇന്ധനമായാണ് ശാസ്ത്രജ്ഞർ കാണുന്നത്. ഭൂമിയിൽ ഇതിൻ്റെ ലഭ്യത വളരെ കുറവാണെങ്കിലും ചന്ദ്രോപരിതലത്തിൽ ഹീലിയം 3 വലിയ തോതിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെ ദോഷകരമായ വികിരണങ്ങൾ പുറത്തുവിടാതെ ക്ലീൻ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ഇതിന് സാധിക്കും. ചന്ദ്രനിൽ നിന്ന് ഹീലിയം 3 ഭൂമിയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾ ആയിരക്കണക്കിന് വർഷത്തേക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഇതിൻ്റെ വിപണി മൂല്യം ഇത്രയും കുതിച്ചുയരാൻ കാരണം. വരാനിരിക്കുന്ന ചാന്ദ്ര ദൗത്യങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഈ അമൂല്യ നിധി കൈക്കലാക്കുക എന്നതാണ്. രത്നക്കല്ലുകളുടെ ലോകത്തേക്ക് വരുമ്പോൾ നാം ആദ്യം ഓർക്കുന്നത് ഡയമണ്ടുകളെയാണ്. എന്നാൽ ഡയമണ്ടുകളിൽ തന്നെ ഏറ്റവും അപൂർവമായ പെയ്നൈറ്റ് എന്ന ധാതുവിനെക്കുറിച്ച് അധികം ആരും കേട്ടിരിക്കില്ല. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും അപൂർവമായ ധാതുവായി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച പെയ്നൈറ്റിന് 1 ഗ്രാമിന് ഏകദേശം 2.5 കോടി രൂപയാണ് വില. 1950കളിൽ മ്യാൻമറിൽ നിന്നാണ് ഇത് ആദ്യമായി കണ്ടെത്തുന്നത്. ഇതിൻ്റെ ചുവപ്പ് കലർന്ന ബ്രൗൺ നിറവും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനുള്ള പ്രത്യേക കഴിവും ഇതിനെ ആഭരണ വിപണിയിലെ വിസ്മയമാക്കുന്നു. പതിറ്റാണ്ടുകളോളം ലോകത്താകെ ഈ കല്ലിൻ്റെ ചുരുക്കം ചില സാമ്പിളുകൾ മാത്രമാണ് ലഭ്യമായിരുന്നത്. ഇന്നും ഇതിൻ്റെ ശുദ്ധമായ രൂപം കണ്ടെത്തുക എന്നത് ഏതൊരു ഭൂഗർഭ ശാസ്ത്രജ്ഞൻ്റെയും സ്വപ്നമാണ്. രത്നങ്ങളുടെ പട്ടികയിൽ പെയ്നൈറ്റിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് റെഡ് ഡയമണ്ടുകൾ. വജ്രങ്ങൾക്കിടയിലെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇതിന് 1 ഗ്രാമിന് ഏകദേശം 117 കോടി രൂപയോളം വില വരും. സാധാരണ വജ്രങ്ങൾ കാർബൺ ആറ്റങ്ങളുടെ വിന്യാസത്തിൽ മാറ്റം വരുത്തി ഭൂമിക്കടിയിലെ സമ്മർദ്ദത്താൽ രൂപപ്പെടുമ്പോൾ റെഡ് ഡയമണ്ടുകൾ രൂപപ്പെടുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ട സങ്കീർണമായ പ്രക്രിയയിലൂടെയാണ്. ഇവ എത്രത്തോളം അപൂർവമാണെന്ന് ചോദിച്ചാൽ ലോകത്താകെ വിരലിൽ എണ്ണാവുന്ന എണ്ണം റെഡ് ഡയമണ്ടുകൾ മാത്രമേ നിലവിലുള്ളൂ എന്നതാണ് ഉത്തരം. ഈ അപൂർവത തന്നെയാണ് ഇതിൻ്റെ വിലയെ അസംബന്ധമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഉയർത്തുന്നത്. ഒരു ചെറിയ തരി റെഡ് ഡയമണ്ട് സ്വന്തമാക്കാൻ ലോകത്തിലെ ശതകോടീശ്വരന്മാർ തമ്മിൽ ലേല വിപണിയിൽ വമ്പൻ പോരാട്ടങ്ങൾ തന്നെ നടത്താറുണ്ട്. ഭൂമിയിലെ വസ്തുക്കൾക്ക് പുറമെ ബഹിരാകാശത്ത് നിന്ന് എത്തിച്ച പദാർത്ഥങ്ങൾക്കും വില അമിതമാണ്.
നാസയുടെ ഒസിരിസ് റെക്സ് ദൗത്യത്തിലൂടെ ബെന്നു എന്ന ക്ഷുദ്രഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലെത്തിച്ച മണ്ണും കല്ലും ഇതിന് മികച്ച ഉദാഹരണമാണ്. ഇതിൻ്റെ 1 ഗ്രാമിന് ഏകദേശം 85.5 കോടി രൂപയാണ് കണക്കാക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് വിപണിയിൽ ഒരു നിശ്ചിത വിലയില്ല. മറിച്ച് ഈ ദൗത്യത്തിനായി നാസ ചെലവാക്കിയ ശതകോടിക്കണക്കിന് ഡോളറുകളെ ശേഖരിച്ച സാമ്പിളിൻ്റെ തൂക്കം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന തുകയാണിത്. സൗരയൂഥത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ടുള്ള രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഈ സാമ്പിളുകൾ ശാസ്ത്രലോകത്തിന് നൽകുന്ന അറിവ് വിലമതിക്കാനാവാത്തതാണ്. പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടില്ല എന്നതും ഈ വസ്തുവിനെ ലോകത്തിലെ വില കൂടിയ പട്ടികയിൽ മുൻനിരയിലെത്തിക്കുന്നു. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച റേഡിയോ ആക്റ്റീവ് മൂലകമായ കാലിഫോർണിയമാണ് അടുത്തത്. 1 ഗ്രാമിന് 540 കോടി രൂപ വരെ വിലമതിക്കുന്ന ഈ മൂലകം ഐൻസ്റ്റീനിയത്തിന് ശേഷം കണ്ടെത്തിയ ഒന്നാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം നിർമ്മിക്കപ്പെടുന്ന ഇത് മെഡിക്കൽ രംഗത്തും എണ്ണ പരിവേഷണ മേഖലയിലും ഉപയോഗിക്കുന്നു. ക്യാൻസർ ചികിത്സയിൽ ബ്രാക്കിതെറാപ്പിക്ക് വേണ്ടിയും ആണവ റിയാക്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ന്യൂട്രോൺ സ്രോതസ്സായി കാലിഫോർണിയം ആവശ്യമാണ്. ഇതിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിവരുന്ന സാങ്കേതിക വിദ്യയും സമയവുമാണ് ഇതിനെ ഇത്രയധികം വിലയുള്ളതാക്കി മാറ്റുന്നത്. നാനോ സാങ്കേതിക വിദ്യയുടെ അത്ഭുതമായ നൈട്രജൻ എൻഡോ ഹൈഡ്രൽ ഫുൾറീൻ 1 ഗ്രാമിന് ഏകദേശം 1323 കോടി രൂപയാണ് വില. ഒരു കാർബൺ കൂടിനുള്ളിൽ നൈട്രജൻ ആറ്റത്തെ തളച്ചിട്ടിരിക്കുന്ന ഈ നാനോ മെറ്റീരിയൽ ആറ്റോമിക് ക്ലോക്കുകൾ നിർമ്മിക്കാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വലിപ്പമേറിയ ആറ്റോമിക് ക്ലോക്കുകളെ ഒരു ചിപ്പിൻ്റെ വലിപ്പത്തിലേക്ക് ചുരുക്കാൻ ഇതിലൂടെ സാധിക്കും. നമ്മുടെ സ്മാർട്ട് ഫോണുകളിലെ GPS സംവിധാനങ്ങൾ സെൻറ്റിമീറ്റർ കൃത്യതയോടെ പ്രവർത്തിക്കാൻ ഭാവിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ അത്യന്താപേക്ഷിതമാണ്. ലോകത്ത് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി മാത്രമാണ് നിലവിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പട്ടികയിൽ അവസാനത്തേതും എന്നാൽ മൂല്യമേറിയതുമായ ഒന്നാണ് ആൻറ്റി മാറ്റർ. ഭൗതിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായ ആൻറ്റി മാറ്ററിന് 1 ഗ്രാമിന് ഏകദേശം 5625 ലക്ഷം കോടി രൂപയാണ് വില കണക്കാക്കുന്നത്. അതായത് ഏകദേശം 62.5 ട്രില്യൺ ഡോളറാണ് വില. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. പക്ഷേ 1 ഗ്രാം ആൻറ്റി മാറ്റർ നിർമ്മിക്കണമെങ്കിൽ ലോകത്തിലെ എല്ലാ സമ്പന്നരുടെയും സ്വത്ത് ഒന്നിച്ചു ചേർത്താലും തികയില്ല. പദാർത്ഥത്തിൻ്റെ നേർവിപരീതമായ അവസ്ഥയാണിത്. മാറ്ററും ആൻറ്റി മാറ്ററും തമ്മിൽ സമ്പർക്കത്തിൽ വന്നാൽ അവ പരസ്പരം നശിക്കുകയും അപാരമായ ഊർജം പുറത്തുവിടുകയും ചെയ്യും. സ്വിറ്റ്സർലൻഡിലെ സേൺ പോലെയുള്ള പരീക്ഷണശാലകളിൽ ലോകത്തെ ഏറ്റവും വലിയ കണികാ ത്വരകങ്ങൾ ഉപയോഗിച്ച് സെക്കൻഡിൻ്റെ 1/1000 ഭാഗം നേരത്തേക്ക് മാത്രമാണ് ഇവയെ നിർമ്മിക്കാൻ കഴിയുന്നത്. ഭാവിയിൽ നക്ഷത്രാനന്തര യാത്രകൾക്കുള്ള ബഹിരാകാശ വാഹനങ്ങളിൽ ഇന്ധനമായി ഇത് ഉപയോഗിക്കാമെന്ന് ശാസ്ത്രം കരുതുന്നു. സ്വർണവും പ്ലാറ്റിനവും ഡയമണ്ടും എല്ലാം വിലപിടിപ്പുള്ള വസ്തുക്കളായി നാം കാണുന്നുണ്ടെങ്കിലും അവയെല്ലാം പ്രകൃതിയുടെയും ശാസ്ത്രത്തിൻ്റെയും യഥാർത്ഥ വിസ്മയങ്ങൾക്ക് മുന്നിൽ വെറും നിസ്സാരമാണ്. മനുഷ്യൻ്റെ അറിവിനായുള്ള ദാഹവും പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയുമാണ് ഇത്തരം വസ്തുക്കൾക്ക് ഇത്രയധികം മൂല്യം നൽകുന്നത്. ഇവ കേവലം ആഡംബര വസ്തുക്കളല്ല, മറിച്ച് മനുഷ്യവംശത്തിൻ്റെ ഭാവി മാറ്റിമറിക്കാൻ ശേഷിയുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാണ്. നാം ഇന്ന് നിസ്സാരമെന്ന് കരുതുന്ന സ്വർണം പോലും ഒരു കാലത്ത് ഇതുപോലെ അത്ഭുതമായിരുന്നു. ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ ഇന്ന് അപ്രാപ്യമെന്ന് തോന്നുന്ന ഈ വസ്തുക്കളും ഒരുപക്ഷെ നാളെ സാധാരണക്കാരിലേക്ക് എത്തിയേക്കാം. അതുവരെ ഇവ വിസ്മയകരമായ ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു.